ജമാഅത്തെ ഇസ്ലാമിയും എസ്.ഡി.പി.ഐയും ആർ.എസ്.എസിനെ പോലെ എതിർക്കേണ്ട സംഘടനകളല്ലെന്ന് സി.എം.പി ജനറൽ സെക്രട്ടറി സി.പി. ജോൺ. ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ ആക്രമണത്തിന്റെ ഇരകളാണ്. ആ നിലയ്ക്ക് വേണം അവരെ കാണാൻ. യു.ഡി.എഫും ആ സമീപനം സ്വീകരിക്കണം. അമിത ആത്മവിശ്വാസം യു.ഡി.എഫ് വെടിയണം. ബി.ഡി.ജെ.എസ് വോട്ട് യു.ഡി.എഫിന് അനുകൂലമാക്കാൻ കഴിയണമെന്നും സി.പി. ജോൺ കണ്ണൂരിൽ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നതിനാണ് ജനാധിപത്യ പാർട്ടികൾ മുൻഗണന നൽകേണ്ടതെന്ന് സി.എം.പി ജനറൽ സെക്രട്ടറി സി.പി. ജോൺ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭരണ സംവിധാനം പിടിച്ചെടുക്കാനുള്ള കെൽപ്പില്ല. ഭൂരിപക്ഷ വർഗീയത അങ്ങനെയല്ല, അത് ആപത്താണ്. ആർ.എസ്.എസിനെ എതിർക്കുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും എസ്.ഡി.പി.ഐയെയും എതിർക്കേണ്ട കാര്യമില്ലെന്നും സി.പി. ജോൺ പറഞ്ഞു. അവരുടെ പിന്തുണ യു.ഡി.എഫിന് വേണം. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ എന്ന് പറയുന്നത് ആർ.എസ്.എസ് പോലെയാണ് എന്ന വാദത്തെയാണ് എം.വി.ആർ എതിർത്തത്. അല്ല എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം. ന്യൂനപക്ഷങ്ങൾ എല്ലായിടത്തും വേട്ടയാടപ്പെടുകയാണ്. ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്നത് ഹിന്ദു ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് കുത്തക മുതലാളിമാർ അധികാരം പിടിച്ചു പറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. കാരണം ഭൂരിപക്ഷം കിട്ടിയാൽ മതിയല്ലോ, വർഗീയമായിട്ടാണോ അല്ലേന്ന് ആരും ചോദിക്കില്ല. അപ്പോൾ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ വർഗീയതയും ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതുതന്നെയാണ് പാകിസ്ഥാനിലെ ഭൂരിപക്ഷ വർഗീയത. അതുതന്നെയാണ് സിലോണിലെ സിംഹളീസ് ഭൂരിപക്ഷ വർഗീയത. അവിടെ തമിഴ് എന്ന് പറയുന്നതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്, കുറച്ച് മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ഉണ്ട്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. സിംഹള എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ CPM ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അതിനെക്കുറിച്ച് പിണറായി വിജയൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. വെരി സിമ്പിൾ. ഒറ്റ വാക്കിൽ. അവർ വ്യക്തിപരമായിട്ട് പ്രശ്നക്കാരാണോ അല്ലേ എന്നുള്ളതല്ല. ഭരണകൂടം പിടിച്ചെടുക്കാൻ അതാത് രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്കേ സാധിക്കൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ യു.ഡി.എഫ് അമിത ആത്മവിശ്വാസത്തിൽ നിൽക്കരുത്. ബി.ജെ.പി വോട്ട് കൂടുന്നത് ഗൗരവമായി കാണണം. ബി.ജെ.പിക്ക് 30,000-ലധികം വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ അവിടെ സാമുദായിക വോട്ട് തിരിച്ച് യു.ഡി.എഫിൽ എത്തിക്കാൻ കഴിയണം. വോട്ട് ചിതറാതിരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം. ബി.ഡി.ജെ.എസിന്റെ വോട്ട് യു.ഡി.എഫിന് അനുകൂലമാക്കണം. ബി.ജെ.പിയുടെ വോട്ട് പാലക്കാട് കുറഞ്ഞെങ്കിലും പൊതുവിൽ ബി.ജെ.പിയുടെ വോട്ട് കുറയുന്നില്ല. അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഒരു സീറ്റ് ബി.ജെ.പി തൃശ്ശൂരിൽ വിജയിച്ചു. അവിടെ നമുക്ക് ദയനീയമായ തോൽവിയുണ്ടായി. കടുത്ത പ്രയത്നം നടത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരിൽ ഒരാളായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിച്ചത്. അതേപോലെ തന്നെ മാവേലിക്കരയിലും നല്ല പോലെ പ്രയാസപ്പെട്ടു. ആലപ്പുഴയിലെ 2 മണ്ഡലങ്ങളിലുണ്ടായ ബി.ജെ.പിയുടെ മുന്നേറ്റം ഹരിപ്പാടും കായംകുളത്തും 2ാം സ്ഥാനത്തേക്ക് എത്തിയെന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ബി.ജെ.പിക്ക് 30,000 വോട്ടുകളിൽ അധികം ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ ബി.ജെ.പി വിരുദ്ധ സാമൂഹ്യ സംഘടനാ ശക്തികളുടെ കേന്ദ്രീകരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ ബി.ജെ.പി ജയിക്കുന്നില്ല, അവിടെ ഇടതുപക്ഷത്തിന് അത് സഹായകരമാണ്. യു.ഡി.എഫിന്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കണമെന്നും സി.പി. ജോൺ പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നല്ല ആശയുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അമിതാത്മവിശ്വാസമില്ലാതെ സീറ്റുകൾ എണ്ണി പെറുക്കിയെടുത്ത് ഒരു 100 സീറ്റിൽ ജയിക്കാനുള്ള ഹോംവർക്ക് തുടങ്ങാനാണ് യു.ഡി.എഫ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കും. യു.ഡി.എഫിന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ വിജയം യു.ഡി.എഫിനുണ്ടായി. അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും സി.പി. ജോൺ പറഞ്ഞു. സി.എം.പി സംസ്ഥാന സെക്രട്ടറി C.A. അജീർ, ജില്ലാ സെക്രട്ടറി P. സുനിൽകുമാർ, KSYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.